യോശുവ അധ്യായം 18. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശിലോവിൽ ഒന്നിച്ചു കൂടി. അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. ഓരോ ഗോത്രത്തിന് 3 പേരെ നിയമിപ്പിൻ. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടെ സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെഴുതി എൻ്റെ അടുക്കൽ മടങ്ങി വരണം. അത് 7 പങ്കായി ഭാഗിക്കണം. യഹൂദ തൻ്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ. യോസേഫിൻ്റെ കുലവും തൻ്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഞാനിവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഇല്ലല്ലോ. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു. ഗാദും രൂബേനും മനശ്ശയുടെ പാതി ഗോത്രവും യഹോവയുടെ ദാസനായ മോശ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തു കൂടെ സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാനിവിടെ ശിലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എൻ്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ പോയി ദേശത്തുകൂടെ കടന്ന് നഗരവിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ശിലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ യോശുവ ശിലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്ര വിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി നറുക്കു വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസേഫിന്റെ മക്കളുടെയും മധ്യ കിടക്കുന്നു. വടക്കുഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് എരിഹോവിന്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത് ആവേൻ മരുഭൂമിയെങ്കിൽ അവസാനിക്കും. അവിടെ നിന്ന് ആ അതിർ ബെഥേൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബേത് ഹോറോന്റെ തെക്കുവശത്തുള്ള മലവഴിയായി അദേറോത്ത് അദാരിലേക്ക് ഇറങ്ങും. പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറ് വശത്ത് ബേത് ഹോറോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദ മക്കളുടെ പട്ടണമായ കിരിയത്ത് യെയാരീം എന്ന കിരിയത്ത് ബാലയെങ്കിൽ അവസാനിക്കും. ഇതുതന്നെ പടിഞ്ഞാറെ ഭാഗം. തെക്കേ ഭാഗം കിരിയത്ത് യെയാരീമിന്റെ അറ്റത്ത് തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരക്കെതിരെയും റഫായിം താഴ്വരയുടെ വടക്ക് വശത്തും ഉള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടെ തെക്കോട്ട് യെബൂസ്യ പർവ്വതത്തിന്റെ പാർശ്വം വരെയും ഏൻ റോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ഷെമഷിലേക്കും അദൂമീം കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് റൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അറാബയ്ക്കെതിരെയുള്ള മലഞ്ചെരുവിലേക്ക് കടന്ന് അറാബയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബേത് ഹോഗ്ലയുടെ മലഞ്ചെരുവ് വരെ കടന്ന് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിന്റെ കിഴക്കേ അതിർ യോർദാനാകും. ഇത് ബെന്യാമിൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ യെരിഹോ, ബേത് ഹോഗ്ല, ഏമെക്, കെസീസ്, ബേത് അറാബ, സെമാറയും, ബേഥേൽ, അവീം, പാര, ഒഫ്ര, കെഫാർ, അമ്മോനി, ഒഫ്നി, ഗേബ ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഗിബയോൻ, റാമ, ബേറോത്ത്, മിസ്പെ, കെഫീറ, മോസ, റക്കേം, ഇർപേൽ, തറല, സേല, ഏലെഫ്, യെരുശലേം എന്ന യെബൂസ്യ നഗരം, ഷിബയത്ത്, കിറിയത്ത് ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമിൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശം. ആമേൻ.